പറശ്ശിനിക്കട കേട്ടോ സംഭവം. ഇഷ്ഫാഖ്. जी सर. പ്ലേസ് I'm from Jammu Kashmir. ജമ്മു കാശ്മീർ. ഇത് കണ്ടില്ല നിങ്ങൾ, ജമ്മു കാശ്മീരിൽ നിന്ന് വന്നിട്ടാണ് ഇവിടെ കിച്ചണിൽ കേട്ടോ. ഒരു ടൂറിസം പർദീസയായി തളിപ്പറമ്പ എന്നൊരു ബോർഡ്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ മനോഹരമായ ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് കേട്ടോ. അത് നമ്മൾ സാധാരണ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായി വെള്ളത്തിൻ്റെ മുകളിൽ കെട്ടി നിർത്തി കേട്ടോ. അതൊരു വല്ലാത്തൊരു വൈബാണ്. അപ്പോൾ ജസ്റ്റ് അതിങ്ങനെ കണ്ടപ്പോൾ അതൊന്ന് കാണാം എന്ന് കരുതിയിട്ട് നമ്മളിവിടെ ഇങ്ങനെ വന്നതാട്ടോ. ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ. ഒരുപാട് പേര് അവിടെ ഉണ്ട്, ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താ അറിയോ, 2 വടത്തിൽ അവിടെ മേലെ ഉള്ള പാലത്തിലേക്ക് കെട്ടിയിട്ടുണ്ട് കേട്ടോ. അതിവിടെ ഒഴുകിപ്പോകാതിരിക്കാൻ. അതുപോലെ തന്നെ വെള്ളം കൂടുമ്പോൾ അതിനനുസരിച്ച് മുകളിലോട്ട് ഇങ്ങനെ പൊങ്ങി വരാൻ വേണ്ടിയിട്ട്. ആ മനോഹരമായ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് ഇവിടെ വരാത്തവർക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം, അതിൻ്റെ കാഴ്ചകളൊന്ന് കാണാം കേട്ടോ. കുറച്ച് പേരൊക്കെ ഇവിടെ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. എന്തായാലും സാധാരണ നമ്മൾ റിസോർട്ടുകളിലൊക്കെ കാണാത്ത ഒരു വല്ലാത്തൊരു വൈബാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പ്രധാനമായും വെള്ളത്തിൻ്റെ മുകളിൽ 2 വടം കൊണ്ടാണ് പാലത്തിലേക്ക് വലിച്ചു കെട്ടിയിട്ടുള്ളത്. എന്താ വെച്ചാൽ വെള്ളം കൂടുന്നതിനനുസരിച്ച് ഇത് മുകളിലോട്ട് പൊങ്ങി വരാനും വെള്ളത്തിൽ നിന്നും ഒഴുക്കിൽപ്പെട്ട് ഇത് പുറകോട്ട് മുന്നോട്ട് നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സെറ്റപ്പ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടുന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ മനോഹരമായ ആ വലിയ പാലം നല്ലൊരു കാഴ്ചയാണ് കേട്ടോ. ഇതിൻ്റെ മേലെ ഇങ്ങനെ ഇവിടെ ഇരുന്നിട്ട് ആ തണുത്ത മനോഹരമായ ആ തണുത്ത കാറ്റൊക്കെ കണ്ട് കൊണ്ടിട്ടുണ്ടല്ലോ. ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു വൈബ് വേറെ തന്നെയാണ്. അപ്പോൾ കണ്ണൂർ പറശ്ശിനിക്കടവ് വരുന്നവർ മസ്റ്റായിട്ട് ഇവിടെ നിന്ന് വന്നിട്ട് ഈ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ഇവിടെ ഒരു ഇത്തിരി നേരം സമയം പങ്കുവെക്കണം. വെള്ളത്തിൻ്റെ മേലെ സ്റ്റാൻഡിങ് ആണെങ്കിലും ഇതിലൊരു ജർക്കിംഗ് ഒന്നുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ടടുത്താണ് ബോട്ട് സർവീസൊക്കെ. നാളെ പകൽ അതിൻ്റെ വീഡിയോസ് കൂടി കാണാം. എന്താ സംഭവം, അടിപൊളി കേട്ടോ, ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, ഒരുപാട് റിസോർട്ടുകളിൽ പോയിട്ടുണ്ട്, പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഒരു ഫീൽ എനിക്ക് ആദ്യമായിട്ട് കേട്ടോ, പ്രത്യേകിച്ച് ഈ ഒരു സമയം. ഈ ഫ്ലോട്ടിംഗ് റിസോർട്ടിൽ വന്നപ്പോൾ, നമുക്ക് റെസ്റ്റോറൻറ്റിൽ വന്നപ്പോൾ ഇവിടെയുള്ള സ്റ്റാഫിനെ കൂടി ഒന്ന് പരിചയപ്പെടണമല്ലോ. ഏതൊരു പ്രസ്ഥാനത്തിൻ്റെ വിജയം അവിടുത്തെ സ്റ്റാഫാണ്. ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. കൗണ്ടറിൽ ഫസ്റ്റ് തന്നെ ഒരാളുണ്ട്. പേരെന്തായിരുന്നു? അഭിരാജ് എന്നാണ് പേര്. നമ്മൾ ഇദ്ദേഹം എവിടെ നിന്നാണ് ചോദിക്കുന്നത്? ഇറ്റ്സ് പ്ലേസ് UP. ഞാൻ പറഞ്ഞല്ലേ, നമ്മളൊക്കെ കാണുന്ന പോലെ, വയനാട്ടിലൊക്കെ കാണുന്ന പോലെ പല സ്ഥലങ്ങളിലും എല്ലാ മേഖലകളിലും അന്യ സംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ ഇപ്പോൾ കണ്ടല്ലോ. നമുക്ക് അടുത്ത ആളെ പരിചയപ്പെടാം. തിലക് വിച്ച് പ്ലേസ്? West Bengal, Darjeeling. വെസ്റ്റ് ബംഗാൾ. ഫസ്റ്റ് നെയിം? ശങ്കർ. വെസ്റ്റ് ബംഗാൾ. UP. ഞാൻ പറഞ്ഞില്ലേ, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളാണ് ഈ മനോഹരമായ ഈ ഒരു പ്രസ്ഥാനം നടത്തിക്കൊണ്ടുപോകുന്നത്. അതാണ് എന്തായാലും കിച്ചണിലേക്ക് വിനായക്. പ്ലേസ്
എൻ്റെ പേര് മൊറക. പ്ലേസ് മൊറക. മൊറാർ ധർമ്മശാല. ധർമ്മശാല അല്ലേ? അത് ഞാൻ പറഞ്ഞില്ലേ, ഓരോരുത്തരും വ്യത്യസ്തമായിട്ട് വേറൊരാൾ കിച്ചണിൽ നല്ല ഗംഭീരമായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. വാട്ട് ഈസ് നെയിം? My name is Ishfaq. ഇഷ്ഫാഖ്. Yes, sir. പ്ലേസ് I'm from Jammu Kashmir. ജമ്മു കാശ്മീർ. ഇത് കണ്ടില്ല നിങ്ങൾ? ജമ്മു കാശ്മീരിൽ നിന്ന് വന്നിട്ടാണ് ഇവിടെ കിച്ചണിൽ കേട്ടോ ഫുഡ് ഉണ്ടാക്കുന്നത്. Chicken tikka wrap. ചിക്കൻ Chicken tikka wrap. ചിക്കൻ ഡിക്കാര. Yes, sir. ആ, ചിക്കൻ ഡിക്കാര എന്നൊരു അടിപൊളി സാധനം ഉണ്ടാക്കുന്നുണ്ട്. എന്താണെന്നറിയില്ല. ഇതാ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നിട്ട് നമുക്ക് നോക്കാം. ലൈറ്റ് പിടിക്കണില്ല. എന്തായിട്ടുണ്ടെങ്കിലും കിച്ചൺ ചെറുതാണ്, നല്ല വൃത്തിയുണ്ട്. ഓക്കെ, താങ്ക് യു.